കൊണ്ടുപോന്നു. ആ ഒരു ചെമ്പല്ലിയെ കിട്ടിയിട്ടുണ്ട്, കാണിച്ചുതരാം. പല സ്ഥലത്ത് പല പേര്, അനാബസ്, കല്ലേമുട്ടി, അങ്ങനെ പല പേരുള്ളൊരു മീനത്. യാ അപ്പം നമുക്ക് ഒരു ചെമ്പല്ലിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ട, ഇതേ ചെമ്പ്. എൻ്റെ പൊണ്ണ്, ഇതേ പോണു മൂർക്കൻ. ഇതേ മൂർക്കൻ കാഴ്ച. നിങ്ങൾക്ക് മൂർക്കനെ കണ്ടോണ്ടേ കണ്ടോ? ഇതേ മൂർക്കൻ, ദേ തലക്കൊക്കെ വണ്ണം കണ്ട. ഒറിജിനൽ അപ്പോൾ അതെ പൂഴിയിട്ട് മൂടാൻ പോണ കുളത്തിൽ നമ്മൾ ചൂണ്ടയിട്ട്, സാധാ ചൂണ്ട, അതെ നമ്മുടെ നാടൻ രീതിയിൽ ഇതേ കൊളുത്ത് കണ്ട. അപ്പോൾ നമ്മളിത് ഈ ചൂണ്ട നമ്മളിത്, ഇത് പനങ്കമ്പിൽ നമ്മളിത് ചൂണ്ട കെട്ടിയിട്ട് നേരെ നമ്മൾ നാടൻ രീതിയിൽ നമ്മൾ ഇര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ ഇതുണ്ട് ഇര, ഈ കാണുന്ന കുറഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് ഇര വെച്ചുള്ള നമ്മൾ മീൻ പിടുത്തം. ഇര ഇതേ തന്നെ ഇട്ടേക്കാം. വേണ്ട, ഈ ഇര കാണും മറ്റേ റെസ്ലിങ്ങിൽ മറ്റേ ഇതില്ലേ ബുഗിമാനോ, ബുഗിമാനോ ഓർമ്മ വരുന്നത്. നമ്മൾ മീൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം ഇര ഇട്ട് കഴിഞ്ഞാൽ വരാലും സിലോപ്പിയ, ചെമ്പല്ലി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു മീൻ പിടുത്തമാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ നാടൻ രീതിയിൽ മീൻ പിടിച്ചേക്കാം. അപ്പോൾ നമുക്കിത് ചൂണ്ടന്ന് കെട്ടിയേക്കാം. നമുക്കിത് ഈ കുപ്പി ഇവിടെ ഇട്ടേക്കാം. ചൂണ്ടതേ നമ്മൾ പനങ്കമ്പിലോട്ട് നേരെ നൂലങ്ങോട്ട് കെട്ടുക. എന്നിട്ട് നമുക്ക് നേരെ ഇരയും കുറച്ച് അങ്ങോട്ട് കാസ്റ്റ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ പനങ്കമ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ട. നമുക്കിത് നിങ്ങൾക്ക് വിര കോർക്കാൻ അറിയത്തില്ലെങ്കിൽ വിര കോർക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിത് കുറച്ച് വിരേനെ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇതിൽ ഏറ്റവും വലിയ വിര നോക്കി എടുക്കുക. എന്നിട്ട് നേരെ കാസ്റ്റ് ചെയ്തിടുക. കൊത്തുന്നുണ്ടോ? കുറച്ച് നേരം കഴിയുമ്പോൾ കൊത്തുമായിരിക്കും. അപ്പോൾ നമ്മളിത് വിരേനെ കോർക്കാനിട്ട് പോവുക. നമ്മളിത് വിരയെ കോർത്തിട്ടുണ്ട്. ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് വരാലിനെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്കിത് പൂഴിയിട്ട് മൂടുന്ന കുളത്തിലോട്ട് നേരെ ചൂണ്ട ഇട്ടേക്കാം. കൊത്തുണ്ട്. കൊണ്ടുപോന്നു. ആ ഫസ്റ്റ് ഇടല്ലേ ചെമ്പല്ലി. അപ്പോൾ നമുക്കിത് ഒരു ചെമ്പല്ലിയെ കിട്ടിയിട്ടുണ്ട്, കാണിച്ചുതരാം. പല സ്ഥലത്ത് പല പേര്, അനാബസ്, കല്ലേമുട്ടി, അങ്ങനെ പല പേരുള്ളൊരു മീനത്. കാണാനും നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഇവനതെ കിറ്റുവെല്ലാം കൊണ്ടുപോകണ്ടോ? ഇവിടെ ഇട്ടേക്കാം അല്ലേ, ചാവത്തില്ല. അപ്പോൾ നമുക്കിത് ഇതിനെ ഇവിടെ തന്നെ ഇട്ടേക്കാം. അപ്പോൾ നമ്മളിത് വേറൊരു കുളത്തിലോട്ട് വന്നിട്ടുണ്ട് ചൂണ്ടിടാനായിട്ട്. അപ്പോൾ ഇതേ നല്ല ആക്ടിവിറ്റി കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിട്ട ഓപ്പോസിറ്റ് ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുളത്തിൽ നമുക്കിടാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വേറെ കുളത്തിലോട്ട് വന്നിട്ടുണ്ട്. കൊത്തുണ്ടായിരുന്നു കണ്ട, ഇട്ടോടെ തന്നെ ഒരു കൊത്തി. യാ അപ്പം നമുക്ക് ഒരു ചെമ്പല്ലിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ട, ചെറുതാന്നേ ഉള്ളൂ. നമുക്ക് ഇവനെ ഇങ്ങോട്ട് വല്ല മാറ്റിയിടാം. കൊത്ത് പുല്ല് തെളിച്ച് പോയാൽ മതി. ചൂണ്ടെന്ന്
ഇതിൻ്റെ ഇവിടെ നിന്ന് കേട്ടോ, നീ കണ്ട മാവ കേട്ടോ ഇത്. മാങ്ങ ഉണ്ടായത് കൊമ്പടി. ഏത് ഉണക്ക കൊമ്പ്? അതെന്തിനാ വെറുതെ ഇരിക്കണോ? അത്ര മതി. ഇവിടെ ഒരു പാറ്റയെ കോർത്തിട്ടൊക്കെ വരാനും കിട്ടും. ഇത് സ്പോട്ടാക്കി അങ്ങനെ ചൂണ്ടയിടുന്ന. എന്ത് പാമ്പ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ സാധനത്തിനെ കണ്ടേനെ. ഇവിടെ വന്ന് കിടക്കുക. ഇത് സത്യം പറഞ്ഞാൽ പാമ്പ് കിടക്കേണ്ട ഒരു ഏരിയയാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. തണലും ഉണ്ട് ഇവിടെ. കൊത്ത്. ഓ ഇട്ടോടഞ്ഞ കൊത്ത് സ്റ്റിക്ക്. നമ്മളിത് കാടിൻ്റെ ഇടയിൽ കൂടെ വന്ന് ഇവിടെ ഇടുക. ഇപ്പം വീണേ, ഇപ്പം അങ്ങോട്ട് വീണേ ഉള്ളു. പഴുത്തേ ഏതുണ്ടോ ചിലതുണ്ട്. ഇപ്പം വീണേ ചോദിച്ചില്ല നമ്മള്. അത്യാവശ്യം ഇപ്പം മീനൊന്നും പിടിക്കുന്നില്ലല്ലേ, സാധാ ചൂണ്ടേ പോലും. ഓ പാമ്പ് ഇവിടെ എഴഞ്ഞു പോയി. എവിടെ നിങ്ങളെപ്പോ പോയിട്ടത്? ആ എന്നിട്ട് ഒന്നും കിട്ടിയില്ലേ? ഈ തോട്ടിലൊക്കെ പണ്ട് ചെമ്പല്ലേ കിട്ടുന്നായിരുന്നു. കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. കിട്ടുവാ? എന്നാ ഈ പാലം കയറി ഇപ്പുറത്ത് പോകും. സക്കറ പൊങ്ങിയത്. വിരയൊക്കെ എടുത്തോ? അഭിത്ത് ഒരു വട്ടം മൂർഖനെ കണ്ടിരിക്കുന്നു ഇവിടെ. അഭിത്ത മൂർഖനെ കാണിച്ചു തന്നു. ഇതേ ചമ്പ് എൻ്റെ പൊണ്ണ്. ഇതേ പോണു മൂർഖൻ. ഇതേ മൂർഖൻ കണ്ടാ? മൂർഖനാ കാഴ്ച. നിങ്ങൾക്ക് മൂർഖനെ കണ്ടോണ്ടേ കണ്ടോ? ദേ മൂർഖൻ. ദേ തലക്കൊക്കെ വണ്ണം കണ്ട ഒറിജിനൽ മൂർഖൻ. കൊത്തത്തില് നിങ്ങൾക്ക് മൂർഖനെ കാണണേ കണ്ടോ? ചേരയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ആ കിടില സാധനം കേട്ടോ. അതേ പത്തിയുണ്ട്. എൻ്റെ പൊന്നെ മൂർഖന, സത്യയുടെ മൂർഖന. ചന്ദ്രക്കലുണ്ട്. ഇതേ കണ്ട ചന്ദ്രക്കല ഉണ്ട്. അത് എൻ്റെ പൊന്നെ ഞാൻ പറഞ്ഞ ഇവിടെ മൂർഖനാണ്. 100 ആയിച്ച കേട്ടാ. ഇവിടെ ഒന്നും ഇല്ല ഇനി. എൻ്റെ പൊന്നെ നല്ല കിടിലം മൂർഖൻ കേട്ടോ. ഫോണെടുത്ത് സൂമിങ് ചെയ്ത് കിട്ടുമെന്ന് നോക്കിയേ. അവിടെ നിന്ന് എഴഞ്ഞു വന്ന എന്താ
എൻ്റെ ആ പൊന്നെ കിടുക്ക സാധനം കേട്ടാ. ഞങ്ങൾ ആ പരിസരത്ത് ആ തോട്ടിൽ മൂർക്കനെ കണ്ടതിന് ശേഷം മൂർക്കൻ്റെ കുഞ്ഞിനെ അവിടെ കണ്ടു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അത് മൂർക്കനുള്ള ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയയിലൊരു സ്ഥലപ്പേരുണ്ട്, മൂർക്കൻ കുളം എന്നാണ് അതിൻ്റെ അകത്തുള്ള ഒരു കുളത്തിൽ